കൂട്ടുകാരെ, പരീക്ഷ അടുത്തുവല്ലേ? ടെൻഷനുണ്ടോ? ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. പരീക്ഷകളെ നമുക്ക് ഉയർന്നു പഠിക്കാനുള്ള ഉപാധികളായി മാത്രം കണ്ടാൽ മതി. സന്തോഷത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കുക. പരീക്ഷ സന്തോഷത്തോടു കൂടി എഴുതണം. റിസൾട്ട് വന്നിട്ട് പുതിയ കോഴ്സുകളിലും ഉയർന്ന ക്ലാസ്സുകളിലും പഠിക്കണം. ആ സന്തോഷത്തിനു വേണ്ടി നാം പരീക്ഷ എഴുതുക. ഇത്തവണ പരീക്ഷാ സമ്പ്രദായത്തിൽ ചില മാറ്റങ്ങളുണ്ട്. ഈ വർഷം പാഠഭാഗങ്ങളെല്ലാം ഈ വിദ്യാലയം യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുവല്ലോ. സിലബസ് മുഴുവനായും പഠിപ്പിച്ചുവെങ്കിലും ചില കേന്ദ്ര ഭാഗങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ് റിവിഷൻ ആരംഭിച്ചത്. ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഷബീർ അലി പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ പുതിയ രീതിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം ഫോക്കസ് ഏരിയയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് എന്ന് പരിചയപ്പെടാം. ചോദ്യപേപ്പർ സാധാരണ പോലെ 80 മാർക്കിനാണ്. പക്ഷേ 160 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ഉണ്ടാകും. ഇരട്ടി ഉണ്ടെന്നർത്ഥം. ഇപ്രാവശ്യം മോഡ്യൂൾ വേർതിരിവ് ചോദ്യപേപ്പറിൽ കാണില്ല. പക്ഷേ 3-4 മൊഡ്യൂളുകളിൽ നിന്ന് തുല്യ പ്രാധാന്യത്തോടെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഓപ്ഷനുകൾ ധാരാളമാണ്. 80 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്താണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഉത്തരങ്ങൾ എഴുതുന്നത് 80 മാർക്കിൽ അധികമാകുന്നത് കുഴപ്പമില്ല. പക്ഷേ പരമാവധി മാർക്ക് 80 ആണെന്ന് ഓർക്കുക. 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ, 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. ആകെയുള്ള 160 മാർക്കിൽ 120 മാർക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നാണ് ഉണ്ടാവുക. ബാക്കി 40 മാർക്ക് മാത്രമേ മറ്റു ഭാഗങ്ങളിൽ നിന്ന്, അതായത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. 1 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളുണ്ട്. എല്ലാം ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമാണ്. 2 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളുണ്ട്. 6 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്നും 2 എണ്ണം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും. 3 മാർക്കിൻ്റെ 13 ചോദ്യങ്ങളുണ്ട്. 11 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്നും 2 എണ്ണം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും. 4 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളുണ്ട്. 3 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്നും 1 എണ്ണം മറ്റു ഭാഗങ്ങളിൽ നിന്നും. 5 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളുണ്ട്. 3 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്നും 2 എണ്ണം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും. 8 മാർക്കിൻ്റെ 7 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 5 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്നുള്ളതാണ്, 2 എണ്ണം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഉള്ളതാണ്. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളാണ് 1 മാർക്കിൻ്റേത്. 1 മാർക്കിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 8 മുതൽ 16 വരെയുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 17 മുതൽ 29 വരെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 30 മുതൽ 33 വരെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 34 മുതൽ 38 വരെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളും. 39 മുതൽ 45 വരെ 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അങ്ങനെ ആകെ 45 ചോദ്യങ്ങളുണ്ടാകും. ഈ 45 ചോദ്യങ്ങളിൽ ഏതും തിരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ഉത്തരങ്ങൾ എഴുതുക. ഓർക്കുക, സമയം 2.5 മണിക്കൂർ മാത്രമാണ്. കൂൾ ഓഫ് ടൈം 20 മിനിറ്റും. ലഭിക്കുന്ന പരമാവധി മാർക്ക് 80 ആണ്. ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ് എന്ന് ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മൊഡ്യൂൾ 3-ൽ 5 ചാപ്റ്ററുകളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 ലബോറട്ടറി സേഫ്റ്റി, 2 യൂറിൻ അനാലിസിസ്, 3 ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, 4 റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, 5 ലിപ്പിഡ് പ്രൊഫൈൽ. അതുപോലെ മൊഡ്യൂൾ 4-ൽ 5 ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, 2 സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ, 3 ഗ്രോത്ത് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ബാക്ടീരിയ, 4 ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് കോമൺ ബാക്ടീരിയൽ ഡിസീസസ്
5 ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് കോമൺ പാരസൈറ്റിക് ഡിസീസസ്. റിവിഷൻ സമയത്ത് ക്വിക്ക് റെഫറൻസിന് വേണ്ടി ഫോക്കസ് ഏരിയയുടെ തലക്കെട്ടുകളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മൊഡ്യൂൾ 3-ലെ ആദ്യത്തെ അധ്യായമാണ് ലാബ് സേഫ്റ്റി, ലബോറട്ടറി സയൻസ് ആൻഡ് സിംബൽസ്, ലബോറട്ടറി ഹസാർഡ്സ്, പേഴ്സണൽ ഹൈജീൻ ഇൻ ലബോറട്ടറി, ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവയാണ് ഈ അധ്യായത്തിൽ ശ്രദ്ധിച്ച് പഠിക്കാനുള്ളത്. ലബോറട്ടറി സയൻസ് ആൻഡ് സിംബൽസ് നന്നായി മനസ്സിലാക്കുകയും ചിത്രങ്ങൾ വരച്ച് പഠിക്കുകയും ചെയ്യുക. ലബോറട്ടറി ഹസാർഡ്സിൽ 4 ഹസാർഡ്സുകളെ കുറിച്ചും കൃത്യമായി പഠിക്കുകയും അവ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഉണ്ടാകാതെ സൂക്ഷിക്കാൻ വേണ്ട മുൻകരുതലുകളെ കുറിച്ചുമൊക്കെ കൃത്യമായി പഠിക്കുക. പ്രിക്കോഷൻസും അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ഹസാർഡ്സും മനസ്സിലാക്കുക. ലബോറട്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ പാലിക്കേണ്ട പേഴ്സണൽ ഹൈജീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസ് ശ്രദ്ധിക്കണം. അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും ശ്രദ്ധിക്കണം. ലബോറട്ടറിയിലെ ടൈപ്സ് ഓഫ് കെമിക്കൽസ്, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് കെമിക്കൽസ് എന്ന ഭാഗവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ അധ്യായം റൂട്ടീൻ യൂറിൻ അനാലിസിസ് ആണ്. യൂറിൻ അനാലിസിസുമായി ബന്ധപ്പെട്ട് യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കണം. ശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്നിവ നന്നായി പഠിക്കുക. ഫിസിക്കൽ എക്സാമിനേഷനിൽ എല്ലാ പാരാമീറ്റേഴ്സും, യൂറിൻ വോളിയം, അതുപോലെ യൂറിൻ കളർ, ഓർഡർ, റിയാക്ഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റി തുടങ്ങിയ എല്ലാത്തിനെ കുറിച്ചും അതിൻ്റെ നോർമൽ അവസ്ഥയും അബ്നോർമൽ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കുക. കെമിക്കൽ എക്സാമിനേഷനിൽ വ്യത്യസ്തങ്ങളായ ടെസ്റ്റുകൾ, യൂറിൻ ഷുഗർ, യൂറിൻ പ്രോട്ടീൻ, യൂറിൻ കീറ്റോൺ ബോഡീസ്, ബൈൽ സാൾട്ട്, ബൈൽ പിഗ്മെന്റ്, അതുപോലെ ബ്ലഡ് തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളെ കുറിച്ചും അതിന്റെ പ്രൊസീജിയറും പ്രിൻസിപ്പിളും ഇന്റർപ്രിട്ടേഷനും അടക്കം എല്ലാം പഠിക്കുക. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടി യൂറിൻ സ്പെസിമെൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിന്റെ പ്രൊസീജിയർ പഠിക്കുക. പിന്നെ എക്സാമിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെഡിമെന്റ്സ് കാണുക എന്നതിനെ കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂറിൻ സെഡിമെന്റ്സ് വ്യക്തമായും മനസ്സിലാക്കി വെക്കുക. മൊഡ്യൂൾ 3-ൽ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിലെ 3 അധ്യായങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഈ അധ്യായത്തിൽ പ്രധാനമായും ശ്രദ്ധയിൽ വരേണ്ട പാഠഭാഗങ്ങൾ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഹൈപ്പർഗ്ലൈസീമിയ, ഹൈപ്പോഗ്ലൈസീമിയ, ഡയബറ്റീസ് മെലിറ്റസ്, ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ മെത്തേഡ്സ് RBS, FBS, PPBS, ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷനുള്ള GOD, POD മെത്തേഡിനെ കുറിച്ച്, അതിൻ്റെ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, ഇന്റർപ്രിട്ടേഷൻ, ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, ഗ്ലൂക്കോമീറ്റർ ഇവയൊക്കെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് രണ്ടാമതായി വരുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റാണ്. RFTയിൽ ഉൾപ്പെടുന്ന ടെസ്റ്റുകളുടെ പേരുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. RFTയിൽപ്പെട്ട ബ്ലഡ് യൂറിയ എസ്റ്റിമേഷൻ, സിറം ക്രിയാറ്റിനിൻ എസ്റ്റിമേഷൻ, സിറം യൂറിക് ആസിഡ് എസ്റ്റിമേഷൻ, ഈ പരിശോധനകളുടെ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, ഇന്റർപ്രിട്ടേഷൻ എന്നിവ പഠിക്കുക. ക്ലിയറൻസ് ടെസ്റ്റ്, സിസ്റ്റാറ്റിൻ C, മൈക്രോ ആൽബുമിൻ ഇവയെല്ലാം ശ്രദ്ധയോടുകൂടി പഠിക്കുക. ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ ഇനിയുള്ളത് ലിപ്പിഡ് പ്രൊഫൈലാണ്. ലിപ്പിഡ് പ്രൊഫൈലിൽ ഉൾപ്പെടുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. നോർമൽ ബ്ലഡ് കൊളസ്ട്രോൾ വാല്യൂ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, സിഗ്നിഫിക്കൻസ് ഓഫ് HDL, LDL കൊളസ്ട്രോൾസ്, ടോട്ടൽ സീറം കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ, പ്രത്യേകിച്ച് CHOP, PAP മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, ഇന്റർപ്രിട്ടേഷൻ ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മൊഡ്യൂൾ 4 ഡയഗ്നോസ്റ്റിക് മൈക്രോബയോളജി. മൊഡ്യൂൾ 4-ൽ 5 അധ്യായങ്ങളിൽ ആദ്യത്തേത് സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയാണ്. ബാക്ടീരിയയുടെ സ്ട്രക്ചറും ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന വിവിധ രീതികളുമൊക്കെ കൃത്യമായി പഠിക്കണം. ബാക്ടീരിയയുടെ മോർഫോളജി പഠിക്കുമ്പോൾ ഓരോ സ്ട്രക്ചറിനെയും വേർതിരിച്ച് പഠിക്കുകയും അതിൻ്റെ ഫങ്ഷനുകൾ മനസ്സിലാക്കുകയും ചെയ്യുക. അതുപോലെ വിവിധ തരത്തിൽ ബാക്ടീരിയയെ ക്ലാസിഫൈ ചെയ്തതിനെയും, അതായത് മോർഫോളജി ബേസ്ഡായി, മോട്ടിലിറ്റി ബേസ്ഡായി, ഓക്സിജൻ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിലൊക്കെ ബാക്ടീരിയയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുകയും ചെയ്യുക.
ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഇനിയുള്ളത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ. സ്റ്റെറിലൈസേഷൻ്റെയും ഡിസിൻഫെക്ഷൻ്റെയും നിർവചനങ്ങൾ മനസ്സിലാക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഫ്ലോ ചാർട്ട് വരച്ച് പഠിക്കുക. ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, പ്രത്യേകിച്ച് ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ് വിശദമായി പഠിക്കുക. ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ, ഇതിൻ്റെ പ്രവർത്തനങ്ങളും തത്വവും അതുപോലെ അതിൻ്റെ ഭാഗങ്ങളുമൊക്കെ കൃത്യമായി വായിച്ച് പഠിക്കുക. മറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കുക. ഡിസിൻഫെക്ഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സും പഠിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായും ഈ അധ്യായത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളവ. ഗ്രോത്ത് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ബാക്ടീരിയ. ഈ അധ്യായത്തിൽ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഗ്രോത്ത് റിക്വയർമെൻറ്റ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇവയെക്കുറിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം കൾച്ചർ മീഡിയകളെക്കുറിച്ച്, അതിൻ്റെ ബേസിക് കോമ്പോസിഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇവ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. ക്ലാസിഫിക്കേഷൻ്റെ ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് പഠിക്കുക. പിന്നെ വ്യത്യസ്തങ്ങളായ മീഡിയകളെ തരംതിരിച്ച് മനസ്സിലാക്കുകയും ഓരോന്നിൻ്റെയും ഉപയോഗവും ഉദാഹരണങ്ങളും ഓർത്തുവെക്കുക. കോമൺ കൾച്ചർ മീഡിയകളായ ന്യൂട്രിയൻ ബ്രോത്ത്, അതുപോലെ ന്യൂട്രിയൻ്റ് അഗാർ, ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, മെക്കോങ്കി അഗാർ ഇവകളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കി വെക്കുക. ശേഷം കൾച്ചർ മെത്തേഡ്സ്, അതിനുപയോഗിക്കുന്ന ബാക്ടീരിയൽ വയർ ലൂപ്പ് പോലുള്ള ഉപകരണങ്ങൾ, വ്യത്യസ്തമായ കൾച്ചർ മെത്തേഡ്സിനെ കുറിച്ചും നന്നായി പഠിച്ച് മനസ്സിലാക്കുക. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് കോമൺ ബാക്ടീരിയൽ ഡിസീസസ്. ഈ അധ്യായത്തിൽ സാധാരണ കാണപ്പെടുന്ന ബാക്ടീരിയൽ ഡിസീസസ്, കോമൺ ബാക്ടീരിയൽ ഡിസീസസ്, അതിനെക്കുറിച്ച്, അതിൻ്റെ പേരുകൾ, അതുണ്ടാക്കുന്ന ബാക്ടീരിയ ഇവയൊക്കെ കൃത്യമായി ഓർത്തു വെക്കുക. അതേപോലെ ബാക്ടീരിയൽ ഡിസീസിനെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ലബോറട്ടറിയിൽ സാധാരണ വരാറുള്ള സ്പെസിമെനുകൾ, കോമൺ സ്പെസിമെൻസ് എൻകൗണ്ടേർഡ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഈ സ്പെസിമെനുകളുടെ കലക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾ, സ്പ്യൂട്ടം, CSF, പസ് എന്നീ സ്പെസിമെനുകൾ ലബോറട്ടറിയിൽ വരുമ്പോൾ അവ എങ്ങനെ പ്രോസസ് ചെയ്യും, അതിൻ്റെ ഒരു രീതി, അത് കൃത്യമായി നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതും പഠിച്ചു വെക്കുക. ശേഷം ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, പ്രത്യേകിച്ച് കിർബി ബോർ ടെസ്റ്റ് വിശദമായി അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ പഠിക്കുക. ബാക്ടീരിയൽ ഡിസീസസിനെ കണ്ടെത്താനുള്ള സെറോളജിക്കൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതിൽ വിശേഷിച്ചും വൈഡാൽ, RPR, VDRL, ASO ടെസ്റ്റുകളെ കുറിച്ച് ധാരണ ഉണ്ടാക്കുക. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് കോമൺ പാരസൈറ്റിക് ഡിസീസസ്. ഈ അധ്യായത്തിൽ പാരസൈറ്റിസം എന്താണ്, അതിൻ്റെ നിർവചനം, അതുപോലെ പാരസൈറ്റ്, ഹോസ്റ്റ്, വെക്റ്റർ ഇവയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരസൈറ്റ്സ്, വ്യത്യസ്ത തരത്തിലുള്ള പാരസൈറ്റുകളെ കുറിച്ചൊരു ഏകദേശ ധാരണ. പിന്നെ നമ്മുടെ മനുഷ്യരെ ബാധിക്കുന്ന ഹ്യൂമൻ പാരസൈറ്റ്സ് പ്രധാനമായും 2 വിഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ബ്ലഡ് പാരസൈറ്റ്സും ഇൻറ്റെസ്റ്റിനൽ പാരസൈറ്റ്സും. ബ്ലഡ് പാരസൈറ്റ്സിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക. അതേപോലെ ഇൻറ്റെസ്റ്റിനൽ പാരസൈറ്റ്സിൻ്റെ പേരുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ബ്ലഡ് പാരസൈറ്റ്സിൽ നമുക്ക് കൂടുതൽ വിശദമായി പഠിക്കാനുള്ളത് പ്ലാസ്മോഡിയത്തെക്കുറിച്ചും ഫൈലേറിയൽ വേംസിനെ കുറിച്ചുമാണ്. അവയെക്കുറിച്ച് മനസ്സിലാക്കുകയും മലേറിയയുടെയും ഫൈലേരിയാസിസിൻ്റെയും ലബോറട്ടറി ഡയഗ്നോസിസ് പഠിക്കുകയും ചെയ്യുക. അതിൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ രീതികളൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. പിന്നെ കോമൺ ഇൻറ്റെസ്റ്റിനൽ പാരസൈറ്റ്സ് ആണ്. ഇവ എങ്ങനെയാണ് ലബോറട്ടറിയിൽ പരിശോധിക്കുന്നത്, അതായത് ലബോറട്ടറി ഡയഗ്നോസിസ്, സലൈൻ പ്രിപ്പറേഷൻ, അയഡിൻ പ്രിപ്പറേഷൻ, കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഇവയൊക്കെ വിശദമായി പഠിക്കണം. അതോടൊപ്പം ഓരോ ഇൻറ്റെസ്റ്റിനൽ പാരസൈറ്റ്സിൻ്റെയും, കോമൺ ആയിട്ടുള്ള ഇൻറ്റെസ്റ്റിനൽ പാരസൈറ്റ്സിൻ്റെ എഗ്, സിസ്റ്റ് തുടങ്ങിയവ അവയെക്കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്തിവെക്കണം. പിന്നെ ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് ഇന്ന പാരസൈറ്റ് ആണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമാറ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ചും അതിൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ചും പ്രത്യേകമായി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. കൂട്ടുകാരെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങുക. എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായും നല്ല മാർക്ക് വാങ്ങി വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ
പരീക്ഷാനുഭവങ്ങൾ നേരുന്നു. ഹാപ്പി എക്സാം. താങ്ക് യു.